പുരുഷന്മാർ സ്ത്രീകളെ പറ്റി മനസ്സിലാക്കേണ്ടത് എന്താണ്? അപകടമാണ് സ്ത്രീകളോ? ഇഫ് നോട്ട് ഹാൻഡിൽഡ് വിത്ത് കെയർ. ഇതിനപ്പുറം ഒരു നല്ല വ്യാഖ്യാനം ഉടനെ കിട്ടത്തില്ല ഇത്ര പെട്ടെന്ന്. നിങ്ങളൊരു പക്ഷേ എന്നെ ഉത്തരം മുട്ടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാമല്ലോ എനിക്കൊരു മോളുണ്ടെന്നറിയാം, എനിക്കൊരു ഭാര്യ ഉണ്ടെന്നറിയാം. അപ്പോൾ ആ ഉത്തരം എങ്ങനെ ഇരിക്കുന്നത് അറിയാനുള്ള ആ വാസന ഞാൻ ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ നമ്മൾ ഓരോ ഘട്ടത്തിലും വളരെ രസമുള്ള ബാലചന്ദ്ര മേനോന്മാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരരാത്രി എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അവിടെ ഫുൾ ചങ്കൂറ്റമാണ്. അതായത് ഷൂട്ട് ചെയ്യുന്നതിന് അന്ന് വൈകുന്നേരം 3 മണിക്ക് ക്യാമറ കാണുന്ന ഒരു സംവിധായകന്റെ ചങ്കൂറ്റമുണ്ട്. ഇപ്പം അമ്മയാണ് സത്യത്തിലൊക്കെ നോക്കുമ്പോൾ അതൊരു അങ്ങനത്തെ ഒരു പ്ലേ ഉള്ള ഒരു സിനിമ പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല. ഇപ്പം മലയാള സിനിമ മൊത്തം അടുക്കളപ്പുറത്തേക്ക് കൊണ്ടുപോയ ഒരു സംവിധായകൻ വേറെ ഇല്ല. അപ്പോൾ പ്രതിച്ഛായയിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു പുതുക്കിയ ബാലചന്ദ്ര മേനോനെ കാണാനാവും. അതെനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും വെൻ ഐ ആക്ട് ഇൻ അനദർ ഫിലിം ഐ വിൽ നെവർ ബി മൈ ജഡ്ജ്. അതിൽ ഞാൻ പറഞ്ഞുതരാം. അത് ഞാനല്ല. കാരണം അത് അപകടം ചെയ്യും. അതിൽ ഞാൻ ജഡ്ജ് ചെയ്യാൻ പോയി അപകടം ചെയ്യും. ഇപ്പം ഞാൻ എഴുതി നായകനായിട്ട് അഭിനയിക്കുക സംവിധാനം ചെയ്ത ചിത്രങ്ങൾ വരുമ്പോൾ എനിക്ക് 4-5 ലൈസൻസ് കാണും. അപ്പം ഞാനൊരു ഷോട്ട് എടുക്കുന്നു, ഭാര്യ മരിച്ചുപോയി, എക്സാമ്പിൾ, റിയാക്ട് ചെയ്യണം. ഞാൻ റിയാക്ട് ചെയ്യും. ഈ 5 പേരോടും ചോദിച്ചാൽ 5 പേരും 5 അഭിപ്രായങ്ങൾ. ഓടിപ്പോയി, കുറഞ്ഞുപോയി, ചുണ്ട് കൂട്ടി, കണ്ണടച്ചു, ആണല്ലേ, അപ്പം ആ ഷോട്ട് നമ്പർ 6 അങ്ങ് ഓക്കെ, ഇതെൻ്റെ തീരുമാനമാണ്. അവിടെ പറയും. വേറൊരാളുടെ പ്രതി അഭിനയിക്കുമ്പം ഐ കൻ നോട്ട് ബി മൈ ജഡ്ജ്. കേൾക്കുക, ഉൾക്കൊള്ളുക, ചെയ്യുക. അവിടെ നിന്ന് ഈഗോ ഒന്നും കാണിക്കരുത്. ഡയറക്ടർ വിൽ ബി ആൻ യങ് ഫെലോ, യു ഷുഡ് ഗോ ബിലോ ഹിസ് ടൈം. നിവിൻ പോളി എന്ന നടനെ എങ്ങനെ വിലയിരുത്തുന്നു? എൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു 1-2 നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം നിവിൻ പോളിയുടെ കമൻ്റാണ് നല്ലത്. നിവിൻ പോളി ഈ രാഷ്ട്രീയ സിനിമയേക്കാൾ കാണുന്നത് അച്ഛനും മകനുമുള്ള കഥയായിട്ടാണെന്ന് പറയുമ്പം യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ്. അപ്പോൾ അത് ആ ഭാഗം വീതിച്ചു വൈബ് ചെയ്തു എന്നല്ലേ പറയുന്നത്. ഈ ഫൈറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ രോഗാവസ്ഥയിൽ നിന്ന് ഒരു വട്ടം കയറി വന്നതാണ്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും മുഴുവനായിട്ടും ഫിസിക്കലി ഫിറ്റ് ആയിട്ടല്ല എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു ആർത്തി, ആ ഒരു ക്ലാരിറ്റി, പ്രസിഷൻ, ഇത് ഉള്ളിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ ശരിക്കും? ഇതൊക്കെ ഞാൻ പുകഴ്ത്താൻ പറയല്ല, ഇതൊക്കെ തമാശ. അതായത് ഈ സിനിമാ ക്രൗഡിന് പ്രത്യേകിച്ച് അസുഖത്തെ പറ്റി അറിയാനുള്ള താല്പര്യം എൻ്റെ പൊന്നെ. ഇപ്പം നിങ്ങൾ ഇത്രയും നേരം എന്നോട് സംസാരിക്കുന്നു, ഞാൻ ഇൻ്റർവ്യൂ തരുന്നു, എൻ്റെ ശരീരഭാഷ നോക്കുക, ശബ്ദം നോക്കുക. ഇത് കഴിഞ്ഞ് ഞാൻ അനാരോഗ്യമെന്ന് നിങ്ങൾ ഭ്രാന്തനാണ്. അപ്പം കേൾക്കൂ, ചില ചടങ്ങിലൊക്കെ പോയി ഇതേപോലെ സംസാരിക്കുമ്പോൾ എന്നെ ചാർജ് ചെയ്യുന്നൊരു സാധനം എന്താണ്? ക്രൗഡ്. കൈയടിയല്ല, ക്രൗഡ്. അവരുടെ നോട്ടം മതി. ആ നോട്ടം നമ്മൾ ചാർജ് ആവും. അത് ചാർജ് ആകാത്തവൻ കൈ ചടക്കില്ലാത്തവനാണ്. അവനെ ഒരു ഉടുപ്പിട്ട് മാത്രം കൊണ്ടിരുത്തിയിരിക്കുക. നമ്മളതല്ല. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ മൗനം പാലിക്കണം എന്നുള്ളത് നമുക്കറിയാം. സഭാമര്യാദ. അപ്പോൾ വന്നിരുന്നു. അപ്പം നമ്മൾ അറിയാതെ ഞാൻ വീണു പോകും. എന്നോടൊരു കാര്യം സംസാരിക്കരുതെന്ന് പറയരുത്. ഞാൻ സംസാരിച്ചാൽ നിർബന്ധമായിട്ടും ഐ വിൽ സ്റ്റീൽ ദ ഷോ. അത് ഞാൻ ശ്രമിക്കേണ്ട. ചിലപ്പോൾ തുമ്മിയാൽ മതി, ആൾക്കാർ ഇരിക്കും, എന്ത് ചെയ്യാൻ പറ്റും, പോട്ടെ. അത് കഴിഞ്ഞപ്പം എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എനിക്ക് ഹാപ്പിയായി. 15 മിനിറ്റ് സംസാരിച്ചു. ഇപ്പോഴത്തെ ഈ ഇൻ്റർവ്യൂ പോലെ ആൾക്കാരെല്ലാം കൈയടിച്ചു. എല്ലാവരുടെ മുഖം കാണുമ്പോൾ അറിയാം അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അവർക്കൊരു കൊമേഡിയനെ വേണം കിട്ടി. അതാണ് ഞാൻ കാണുന്നത്. ഇറങ്ങാൻ നേരത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അടുത്ത കാലത്ത് സുഖമില്ലാന്ന് കേട്ടു എന്ന് പറഞ്ഞോണ്ട് കഥയത്. ഇറങ്ങാൻ നേരത്ത് ഒരു 3 സംഘാടകം പുറകെ വരും എന്നെ യാത്ര അയക്കാൻ. അപ്പം ഞാൻ മുമ്പിൽ പോകും, ഇയാൾ പറയും വരും, തള്ളി വരും. അതിനെ കാറി കയറ്റി വിടാനാ ആതിഥ്യ മര്യാദ. അപ്പം നമ്മളൊന്നും ശ്രദ്ധിക്കുന്നത് ചെന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് എന്നെ അകത്തേക്ക് ഇരുത്തിയിട്ട് ഈ 4-ൽ ഒരുത്തൻ കാണും. അവനെ പറ്റി പറയാനുള്ളത്, സാർ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്താ കുഴപ്പം? എന്താ അതിൻ്റെ അർത്ഥം ആ ചോദ്യത്തിൻ്റെ? അടുത്ത ചോദ്യം, ആരോഗ്യം എങ്ങനെയുണ്ട്? ഇല്ല, 5 കിലോ തരൂ. ചുമ്മാ അത് പകരം കൊടുക്കും ഞാൻ നല്ല ടൈംസ്. അത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല. എന്തിനാ ക്യൂരിയോസിറ്റി? അസുഖമൊന്നും വന്നില്ലേ മനുഷ്യൻ മരിക്കില്ലേ? കൽപ്പാന്ത കാലത്തോളം ജീവിക്കില്ലല്ലോ. അപ്പം ഇവനൊന്നും വേറെ പണിയില്ല. 3 നേരം ഭക്ഷണം കഴിക്കുക, പരദോഷം പറയുക. അതൊരു നല്ല ലോബിയുണ്ട് ഇപ്പോൾ. സാറിന്റെ വിവരം അറിയാൻ ആഗ്രഹിക്കുന്ന നന്മയുള്ള മനുഷ്യരുണ്ടാവില്ലേ? ആദ്യം അവൻ അച്ഛൻ്റെ അമ്മയുടെയും ഭാര്യയുടെ കാര്യം നോക്കട്ടെ. അവൻ്റെ വീട്ടിൽ പോയാൽ കാണാം അച്ഛൻ സ്ട്രോക്ക് അടിച്ച് കിടക്കുന്നത്, ഭാര്യയ്ക്ക് വട്ടുപിടിച്ച് കിടക്കുന്നത്. എല്ലാം ആ വീട്ടിൽ പോയാലേ കാണത്തുള്ളൂ. വെറുതെ പറയുന്നത്. അവനാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ്റെ പോക്കറ്റിൽ 5 പൈസയും കാണത്തില്ല. അല്ല, എനിക്ക് കുഴപ്പമുണ്ട്, ഒരു നാരങ്ങോട്ടായിട്ടേ കൊള്ളാം, പിന്നെ അവനെ കാണൂല. ഒരുപക്ഷെ സാർ എൻ്റർടൈൻ ചെയ്യാൻ പോകുന്ന 5ാമത്തെ ജനറേഷൻ്റെ അടുത്തായിരിക്കും പ്രതിച്ഛായ ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത്.
സോ അങ്ങനെ അതുകൊണ്ട് ഈ 50 വർഷത്തിനുള്ളിൽ എനിക്ക് ദൈവം കനിഞ്ഞു തന്നൊരു വലിയ ഭാഗ്യം മഹാരഥന്മാരൊക്കെ കണ്ട് ഞാൻ തെക്കുറി ചേർന്ന് ഞാൻ ആരംഭിച്ചതാണ്. നസീർ സാറുണ്ട്, മധു സാറുണ്ട്, KP ഉമറുണ്ട്, ശങ്കരടി സാറിന്റെ അടുത്തല്ലേ ആദ്യ അതെ ക്യാമറ? അതെ ശങ്കരാചാര്യ ചേട്ടനുണ്ട്, പഴയ ആൾക്കാർ, ഗോവിന്ദൻകുട്ടി റൈറ്റർ, എനിക്ക് പറയാൻ തീരില്ല എത്രയോ പേര്. അവരുമായിട്ടെല്ലാം ഇൻട്രാക്ട് ചെയ്യാൻ, അവർ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള ഒരു ശേഷി ദൈവം തന്നില്ലേ. ഹാപ്പി. ഇത് മതി. ഇനി മത്സരിച്ചങ്ങ് പാൻ ഇന്ത്യൻ ഒന്നും പ്രശ്നമൊന്നുമില്ല. അത് ബോണ്ടൊരു പോട്ടെ, ഇത് കാണാനും ആൾ വേണ്ടേ, ആ കൂട്ടത്തിൽ ഇരുന്നോളാം. കേട്ടിട്ടുണ്ട് ഞാൻ ജെയിംസ് ബോണ്ട് പടം ചെയ്താലും അത് കുടുംബചിത്രമായിരിക്കും, അടിയുണ്ടാവും, പാട്ടുണ്ടാവും, അതൊക്കെ ഒക്കെ ഉണ്ടാവും. ഉണ്ടാവും. പിന്നെ വേറെ കാര്യം, ഇവിടുത്തെ സമ്മതിയോ, രാഷ്ട്രീയമായ സാമുദായികമായ ഒരു പിന്തുണയില്ലാത്ത ആളാണ് ഞാൻ. ആ. ഐ ലീവ് ഓൺ മൈ നെയിം ആൻഡ് ഐ എം പ്രൗഡ് അബൌട്ട് ഇറ്റ്. മതി. എന്ന് വന്നാൽ ഇതിനപ്പുറമൊന്നും പോകാൻ പറ്റുകയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ നന്നായതുകൊണ്ടാണ് ഞാൻ ഇത്ര നീട്ടി പറഞ്ഞത്, അല്ല എപ്പോഴും നിർത്തിയാണ് ചെയ്തത്. ആ ചോദ്യങ്ങളിൽ സുഖമുള്ളൊരു മനയുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞേക്കാം, പറയാനുള്ള അവസരമുള്ളത്. ഇപ്പം നമ്മളൊരു ഷർട്ട് ഇട്ടിറങ്ങുന്നു, എവിടുന്നാ ചേട്ടാ ഇത് വാങ്ങിച്ചത്, അത് കേൾക്കാനാണല്ലോ ഏത് മണ്ടനും ഇഷ്ടം. ഇതിനെ വലിച്ചേണ്ട ആവശ്യം എന്താ? അത് കേൾക്കാനാണല്ലോ അതിന് മുമ്പിൽ ബോർഡ് വയ്ക്കുന്നത്. ഈ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു വട്ടം ആളുകൾ ഒരു ഇന്റർവ്യൂ വളരെ ആഗ്രഹത്തോടുകൂടി ചോദിക്കുകയാണ്, ഈ കുടുംബ ക്ലബ്ബുകൾ തുടങ്ങുന്നതിന് പിന്നിലെ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്ന്. സാറ് വളരെ കൗതുകത്തോടെ മറുപടി പറയാണ്, എൻ്റെ ആശാനെ സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടിയ സാരി കാണിക്കാൻ ഒരു വേദി വേണ്ടത്. അതുപോലത്തെ ഹ്യൂമർ ഞാൻ കേട്ടിട്ടില്ല. സത്യമാണ്. മനുഷ്യ സമൂഹ ജീവിയല്ലേ. പിന്നെ പറയേണ്ടത് ഇതൊന്നും വായനയിൽ നിന്നൊന്നും വരുന്നതല്ല, ഇത് observation ആണ്. പറയേണ്ടത് പറഞ്ഞിരിക്കണം. എങ്ങനെയുണ്ട് അണ്ണ ആരോഗ്യം എന്ന് ചോദിക്കുന്നില്ലേ, വീട്ടിൽ അമ്മയെ നോക്കണം നീ ആദ്യം, അതല്ലേ ചെയ്യേണ്ടത്. ഇനിയൊരു സിനിമ സംവിധാനം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം അണ്ടർ കൺസ്ട്രക്ഷൻ. അതെപ്പോഴും അത് ഉണ്ടാക്കിയ കഥ മാറ്റി തന്നിരിക്കും, അങ്ങനെ വരുമല്ലോ. കൊതിയുണ്ട്. ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ നായികയോട് എന്താ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചോറും മെഴുക്ക് പുരട്ടിയും തൈരും ഒക്കെയാണെന്ന് പറയുന്ന ഒരു നായകൻ, അത് വളരെ റെയറാണ്, അത് വളരെ ഒറിജിനലാണ്. ഇപ്പം ചിക്കൻ മതി. ഇപ്പം ചിക്കൻ ഏത് വെറൈറ്റി കിട്ടുമെന്നോ, അപ്പോൾ ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി വന്നു. ദൈവം നോക്കിക്കൊണ്ടിരിക്കില്ല എത്ര ചിക്കൻ കഴിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് കുറെ തട്ടി കയറി പക്ഷിപ്പനി. 1,00,000 പേരെ കൊന്നിപ്പം കോഴികൾ. അപ്പോഴാണ് അവിടെ ചാൻസ് ഇല്ല വന്നപ്പോഴാണ് നാട്ടിൽ രാഷ്ട്രീയം വന്നത്. അപ്പോൾ ഇവരുടെ തല വെച്ച് രാഷ്ട്രീയക്കാർ ഇറങ്ങി. കോഴി കാരണം ഈ കോഴി ആൾക്കാർ മറന്നുപോയത് ഒരു ബിസിനസ്സാണത്. അതിൽ ഈ സാധനം ഇപ്പോഴും ഇരിപ്പുണ്ട്, അത് ഇവർ കൂടെ കാണിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള പർപ്പസിന് വേണ്ടി പറഞ്ഞ മനസ്സിലായില്ലേ, കോഴിയുടെ തല വെച്ച് പടം വരുന്നത്. അവസാന ചോദ്യം, അത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായത് ജീവിതത്തെ എങ്ങനെ സരസമായിട്ട് നേരിടണം. സരസമായിട്ടേ നേരിടാൻ പറ്റുള്ളൂ. ജീവിതത്തിന് നേരെ മുഖം തിരിച്ചു നിന്നിട്ടും മുഖം വീർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ദാറ്റ് പീപ്പിൾ ലൈക്ക് യു. യു ക്യാൻ ലൈക്ക് മീ. എനിക്ക് ഉറപ്പാണ് ആഫ്റ്റർ ദിസ് ഇൻ്റർവ്യൂ യു ക്യാൻ ഓൺലി ലൈക്ക് മീ. ഡെഫിനറ്റ്ലി. അതിന് കോൺഫിഡൻസ് വേണം. അല്ലാത്തടത്ത് പോയി ഈ ഗോഷ്ഠിക്ക് പോയിട്ട് പണ്ടാരത്തെ പിടിച്ചിരുന്ന് സംസാരിക്കുകയില്ല, ഉള്ള സത്യം പറയത്തുമില്ല, മെനക്കേടായി എന്നും പറഞ്ഞ് ഉള്ള ക്യാമറമാനെ തെറി വിളിച്ച് പോകുന്നവരും ഉണ്ടാവും. പിന്നെ അതൊക്കെ ഉണ്ട്, എത്ര തന്നെ പോകണ്ട നമുക്ക്. അപ്പം അതൊന്നും കാര്യമില്ല. ആൻഡ് ബേസിക്കലി യു ബി ഗുഡ്. അതാണ് മൂലഘടകം. ദ യൂണിറ്റ് ഓഫ് സൊസൈറ്റി ഈസ് ബേസിക് ഇൻഡിവിജ്വൽ. അവൻ നന്നായാൽ നടന്നുണ്ടാവും. ഞാൻ റോസസ് ദ ഫാമിലി ക്ലബ് എന്ന ഫാമിലി കൂട്ടായ്മ 35 വർഷം കേട്ടോ, ഒരു വരിസംഖ്യം വാങ്ങിക്കുന്നില്ല. അതിൻ്റെ ഫൗണ്ടർ ഞാനാണ്.